ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഒരുപാട് നാളായിട്ടോ നമ്മൾ യൂട്യൂബിലൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഡെലിവറിയുടെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇത് ഡെലിവറിക്ക് മുന്നേ ചെയ്യേണ്ട ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് തിരക്കായതുകൊണ്ടെല്ലാം ഡിലേ ആയി പോയതാണ്. ഇത് നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പറേഷന് വേണ്ടി വാങ്ങിച്ച ഫസ്റ്റ് ഗ്രേഡ് കുറേ ഐറ്റംസിൻ്റെ റിവ്യൂ പോലെയാണ്. അപ്പോൾ ഇത് റിവ്യൂ ആണ്, അതേപോലെ തന്നെ ഹോസ്പിറ്റൽ ബാഗിൻ്റെ ഒരു പ്രിപ്പറേഷൻ വീഡിയോയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് വാങ്ങിച്ചത്. കുറച്ച് അധികം എമൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലോവിയുടെ ഒരു ഗിഫ്റ്റ് കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ പൊട്ടിക്കുന്ന വീഡിയോ, അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഹോസ്പിറ്റൽ ബാഗിലോട്ട് നമ്മൾ എടുത്ത് വെക്കുന്ന ഒരു വീഡിയോ പോലെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഞാൻ വാങ്ങിച്ച ഐറ്റത്തിൽ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ബേബീസിൻ്റെ വാഷിംഗ് ക്ലോത്താണ്. അതായത് നമ്മളിപ്പോൾ കുട്ടികൾക്ക് നമ്മൾ തുടച്ചു കൊടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ചെറിയ ക്ലോത്തുകളാണ്. പിന്നെ ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ക്രൈയിൽ നിന്ന്, എല്ലാം ഫസ്റ്റ് ക്രൈയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെയും റിവ്യൂ പോലെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാനെല്ലാം നനച്ച് വെച്ചിട്ട് ഹോസ്പിറ്റൽ ബാഗിലോട്ട് എടുത്ത് വയ്ക്കുക എന്നുള്ള ഒരു ഐഡിയയിൽ ബെഡിന് മുകളിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതൊക്കെ ഹോസ്പിറ്റൽ ബാഗിന് വേണ്ടിയിട്ട് ഒരു കവറിലോട്ട് പെട്ടിയിലോട്ട് വേറെ ആക്കും. നമ്മളിത് ബേബിനെ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുമല്ലോ കുറച്ച് ഐറ്റംസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണമൊക്കെ ഞാൻ ഈ വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒറ്റ വീഡിയോ ആക്കിയിട്ട് തന്നെ ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ വാങ്ങിച്ച സാധനങ്ങൾ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ ഫസ്റ്റ് ഗ്രേത്തെ. ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്തു എന്നറിയാം, കുറച്ച് സംസം വെള്ളം എടുത്തിട്ട് ഹോസ്പിറ്റൽ ബാഗിലോട്ട് വെക്കാമെന്ന് വെച്ചിട്ട് മറക്കാതിരിക്കാൻ വേണ്ടി അടുത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും എല്ലാ എക്സാമിന് പോകുമ്പോഴും സമയത്തും ഇങ്ങനെ സംസം വെള്ളം കുടിച്ചിട്ടൊക്കെ പോകാറുള്ളത്. അപ്പോൾ അതേ ശീലം തന്നെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുമ്പോഴും ചെയ്യാമെന്ന് വെച്ചിട്ട് അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരോ പ്രോഡക്റ്റ്, ഇത് ഫസ്റ്റ് വന്നിട്ട് ഇത് വെറ്റ് വൈപ്സ് ആണ്. അത് ലവ് ലാപ്പിൻ്റെ കേട്ടോ വാങ്ങിച്ചത്. ഫസ്റ്റ് ക്രൈൻ്റെ നല്ല 2 ബ്രാൻഡിൽ വരുന്നതാണ്. ഒന്ന് ബേബി ഹഗ്ഗും അതേപോലെ തന്നെ ലവ് ലാപ്പും. ഞാൻ ഇത് രണ്ടാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയ റിവ്യൂയും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഒരു വെറ്റ് വൈപ്സ് ആട്ടോ. രണ്ടാമത് വെച്ചിട്ട് ഇത് വന്നിട്ട് മറ്റേ സോപ്പ് ബോക്സാണ്. അത് ഞാനൊരു ഫിഷിൻ്റെ ടൈപ്പുള്ളതാണ് എടുത്ത്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഫിഷിൻ്റെ എടുത്ത്, എനിക്കിഷ്ടപ്പെട്ട കളറുമാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എമൗണ്ടും ഞാൻ താഴെ ലിങ്ക് ആക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കുറച്ചുകൂടെ സൗകര്യമായിരിക്കും. അപ്പോൾ ഇതാണത്. പിന്നെ നമ്മൾ ഓരോന്നും ഇങ്ങനെ, ഞാൻ ഈ ഒരു കവർ വന്നിട്ട് ഫസ്റ്റ് ഗ്രേഡ് പ്രോഡക്റ്റ് വന്ന കവറാണ്. അപ്പോൾ ഞാൻ നനച്ചിട്ട് അതിലുള്ളിൽ തന്നെ കുട്ടിക്ക് വേണ്ട റിസീവ് ചെയ്യുന്ന സമയത്ത് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ അതിൽ തന്നെ വെക്കാമെന്ന് വെച്ചിട്ട് ഞാൻ അത് മാറ്റി വെച്ചതാണ്. ഇങ്ങനത്തെ കുറേ കവേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അടച്ചു വയ്ക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താവുമെന്നറിയോ, ഇതിൽ കാറ്റും പൊടിയൊന്നും തട്ടില്ല. ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്നത് നല്ല ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ എല്ലാ കവേഴ്സും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, കളഞ്ഞില്ലൊന്നും. അപ്പോൾ അതിലൊരു വലിയൊരു കവർ എടുത്തിട്ട് ഞാൻ മാറ്റി വെച്ചത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേബിനെ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ അതിൽ പൊതിഞ്ഞിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. ആദ്യം തന്നെ കാണിക്കുന്നത് മസ്ലിൻ ക്ലോത്താട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ ബേബീനെ നമ്മൾ സ്വാഡിൽ ചെയ്യാനും അതേപോലെ തന്നെ ജസ്റ്റ് പൊതിച്ച് കൊടുക്കാനും വിരിച്ചു കൊടുക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനം. അതെല്ലാം ബേബി ഹഗ്ഗിൻ്റെ കേട്ടോ. ബേബി ഹഗ്ഗിൻ്റെയോ ലവ് ലാപ്പിൻ്റെയോ എന്നറിയില്ല. ആ ബ്രാൻഡിൻ്റെ മസ്ലിൻ ക്ലോത്താണ് 3 എണ്ണം. അതിന് വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 600 സംതിങ് ആണ് എന്തോ വരുന്നത്. ഇത് കൂടാഞ്ഞിട്ട് ഇതിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. നമ്മൾ ഫസ്റ്റത്തെ യൂസറാണ് ഫസ്റ്റ് ഗ്രേഡ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് 50 അല്ലെങ്കിൽ ഫ്ലാറ്റ് 40% ഓഫർ നമുക്ക് കിട്ടും ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഏകദേശം ഇതൊരു 4000 സംതിങ്ങിനോ 5000 സംതിങ്ങിനോ എന്തോ പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. അതിൽ നമുക്ക് ഓഫർ കഴിഞ്ഞിട്ട് ഒരു 3000 റുപ്പീസിൻ്റെ അടുത്ത് ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു. ഓഫറെല്ലാം കഴിഞ്ഞിട്ട് ഫ്രീ ഷിപ്പിങ്ങും ആയിരിക്കും കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടീനെ കുളിച്ചിട്ട് തോർത്ത് യൂസ് ചെയ്യില്ലേ, അത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച. അപ്പോൾ ഞാൻ ഇതിൽ റിസീവിങ് പാക്കറ്റിൽ വെക്കാമെന്ന് വെച്ചിട്ട് നനച്ച് വെച്ചേന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതിൽ വെച്ചാൽ. ഈ അടുത്ത് വന്നിട്ട് ഇത് കുഞ്ഞുടുപ്പാട്ടോ. ബേബീസിൻ്റെ ന്യൂ ബോൺസിന് നമ്മളെപ്പോഴും വാങ്ങിക്കാറുള്ള കുഞ്ഞുടുപ്പാണ്. അതിൻ്റെ ഒരു 5 പീസിൻ്റെ പാക്കറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ എനിക്ക് യെല്ലോ എടുത്ത് വെക്കാനാണ് തോന്നിയത് ആ സമയത്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂ ആണെങ്കിൽ ബോയും പിങ്ക് ആണെങ്കിൽ ഗേളുമാണ് വെക്കാൻ പ്ലാൻ ചെയ്യും. അപ്പം നമുക്ക് ഏതാ ബോയ് ഏതാ അറിയില്ലല്ലോ. അപ്പം ഞാൻ എന്തായാലും യെല്ലോ എടുത്ത് വെച്ചു. പിന്നെ അതിൻ്റെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതൊന്നും നമ്മൾ ഹോസ്പിറ്റലിൽ യൂസ് ചെയ്തില്ല കേട്ടോ. അത് ഞാൻ പിന്നെ അടുത്ത വീഡിയോയിൽ പറയാം. അഹല്യയിലായിരുന്നു പ്രസവം. അപ്പോൾ അഹല്യയിൽ എന്തായാലും അവരുടേതായ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്കിത് കൊണ്ടുപോയതൊക്കെ വേസ്റ്റ് എന്നല്ല, അവരെടുത്തിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ്. നമ്മൾ പിന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ശേഷം ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് റിസീവിങ് ടവലാണ്.
അപ്പം നഫ്സൽക്കാക്ക് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച പ്രിൻ്റ് കേട്ടോ. എനിക്ക് എൻ്റെ മനസ്സിലെപ്പോഴും ബേബി ഗേൾ തന്നെയായിരുന്നു, പക്ഷേ നഫ്സൽക്കാക്ക് ബോയ് വേണമെന്നായിരുന്നു. അപ്പോൾ നഫ്സൽക്ക് എപ്പോഴും എന്ത് പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ബോയുടെ ഒരു ഇത് വരുന്ന ഒരു ടൈപ്പ് വരുന്ന സാധനങ്ങളായിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് മിറ്റൻസും ബൂട്ടീസും അതേപോലെ തന്നെ ക്യാപ്പുമാണ്. ഇതെല്ലാം ഞാൻ ഓരോ സെറ്റ് എടുത്തിട്ട് ഫസ്റ്റ് ഈ പാക്കറ്റിൽ വെക്കാമെന്ന് വെച്ചിട്ടാണ്. ഇത് വന്നിട്ട് ഫുൾ കവർ ചെയ്യുന്ന ഡ്രസ്സ്. ഇതൊന്നും അപ്പോൾ ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വെച്ചാണ്. ചോദിച്ചാൽ കൊടുക്കാമല്ലോ. നമ്മളെല്ലാം ബേബീസിനുള്ള സാധനങ്ങളൊക്കെ ഫസ്റ്റ് വാഷ് ചെയ്തിട്ട് വേണ്ടേ കൊടുക്കാൻ. അപ്പോൾ ഞാൻ എല്ലാം വാഷ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ട് എല്ലാം വാഷ് ചെയ്ത് വെച്ചതാണ്. ഞാൻ ഒരെണ്ണം സേഫ്റ്റിക്ക് വെച്ചാൽ. പിന്നെ ഞാൻ വാഷ് ചെയ്തത് വന്നിട്ട് ഡെറ്റോളിൽ സാധാ മൈൽഡായിട്ടുള്ള ഡിറ്റർജൻറ്റ് പൗഡറിലിട്ടിട്ട് ഒന്ന് എടുത്തിട്ട് അത് ഞാൻ ഡെറ്റോളിൽ മുക്കിയിട്ടാണ് എല്ലാം നനച്ച് ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു, വെയിലത്തിട്ടിട്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യുക. ബേബീസിൻ്റെ സ്കിന്നൊക്കെ അറിയാമല്ലോ, പെട്ടെന്ന് അലർജി വരുന്ന സ്കിന്നായിരിക്കും. അപ്പോൾ നമ്മൾ നല്ലോണം കെയർ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. ഇത് വന്നിട്ട് മിറ്റൻസിൻ്റെയും ബൂട്ടീസിൻ്റെയും ക്യാപ്പിൻ്റെയും വേറൊരു സെറ്റാണ്. ഇതും ഞാൻ സെറ്റായിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതും നല്ല പ്രോഡക്റ്റാണ്, നല്ല കളറാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോഴും അവൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സാധനങ്ങളൊക്കെ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച പ്രിൻ്റാട്ടോ. അപ്പോൾ അതിലൊരു സെറ്റ് ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത്യാവശ്യ സന്ദർഭങ്ങളിൽ അവർ ചോദിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവിടെ നിന്ന് മേടിക്കണ്ടല്ലോ എന്നുള്ള രീതിയിൽ എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലോട്ട്. അപ്പോൾ അതാണ് ഈ മിറ്റൻസ് ബൂട്ടീസും. ഇതെല്ലാം ഇതിൻ്റെ പല വെറൈറ്റി കളേഴ്സും നമുക്ക് ആ സൈറ്റിൽ അവൈലബിൾ ആട്ടോ. ലൈറ്റ് കളേഴ്സും അതേപോലെ തന്നെ ഡാർക്ക് കളേഴ്സും ബേബി ഗേളിന് വേണ്ടതും ബോയിന് വേണ്ടതും യൂണിസെക്സും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ഓരോ പാക്കറ്റിലാക്കി വെക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. ചോദിച്ചു പറഞ്ഞാൽ പെട്ടെന്ന് എടുത്തു കൊടുക്കാമല്ലോ. അപ്പം നമ്മളെന്തായാലും പ്രസവ സമയത്ത് നമുക്കിതൊന്നും വേദനയൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് എന്തായാലും വീട്ടുകാരുടെ അടുത്ത് കൊടുത്തു പറഞ്ഞാൽ അവരെടുത്ത് വയ്ക്കുമല്ലോ, അത് കൊടുത്താൽ പോലെ. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് കേട്ടോ അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് ബ്ലാങ്കറ്റാണ്. ഇതൊന്നും ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വാങ്ങിച്ച സാധനത്തിൻ്റെ റിവ്യൂ എന്നുള്ള നിലയിൽ കാണിച്ചു തരികയാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, അടിപൊളി ക്ലോത്താണ്. ഇത് ബേബി ബ്ലാങ്കറ്റാണ്, എനിക്കിഷ്ടപ്പെട്ട കളറാണ്. അപ്പോൾ ഞാൻ നേവി ബ്ലൂ തന്നെ വാങ്ങിച്ചു. നേവി ബ്ലൂവും വൈറ്റും പ്രിൻറ്റും വരുന്ന ഒരു ഷീപ്പിൻ്റെയൊക്കെ പ്രിൻറ്റ് വരുന്ന ഒരു സംഭവമാണ്. ഇത് വേറൊരു റിസീവിങ് ടവലാണ്, കുറച്ചുകൂടെ പഞ്ഞി ടൈപ്പാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു വൈറ്റ്. അപ്പോൾ ഇതൊന്നും ഞാൻ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ വാങ്ങിച്ച് വെച്ചു എന്ന് മാത്രം. ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഒരു പ്രോഡക്റ്റാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അതിന് വാങ്ങിച്ചതുണ്ട്. എല്ലാം നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ ആവശ്യമുള്ളത് മാത്രം എടുത്ത് വെച്ചാൽ മതി. ഇതെല്ലാം ഞാൻ വാങ്ങിച്ചതിൻ്റെ റിവ്യൂ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത് വന്നിട്ട് ഡ്രൈ ഷീറ്റാണ് കേട്ടോ. 2 ഡ്രൈ ഷീറ്റാണ് ആദ്യം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ ഞാൻ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ശേഷം 2 കൂടി വാങ്ങിച്ചു. അപ്പോൾ ഡ്രൈ ഷീറ്റൊക്കെ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടുമൊന്നുമില്ല നനഞ്ഞുവെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ കുറേ കുഞ്ഞുടുപ്പുകളാട്ടോ ഇതെല്ലാം. ഇത് വന്നിട്ട് പോപ്പീസിൻ്റെയൊക്കെയാണ്. ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിച്ച പോപ്പീസിയുടെ ഷോറൂമിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങളാട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിനോട് വെറുതെ വെച്ചു എന്ന് മാത്രം. ഇതൊരു 10-12ഓളം കുഞ്ഞുടുപ്പുണ്ട്. അതേപോലെ തന്നെ കൈയുള്ള ടൈപ്പും കൈ ഇല്ലാത്ത ടൈപ്പും അങ്ങനത്തെ ടൈപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഞാൻ നനച്ച് വെച്ചാണ്. ഇതൊന്നും ഞാൻ ഹോസ്പിറ്റലിലോട്ട് എടുത്തിട്ടില്ല. കുറച്ചൊരു 5 എണ്ണോ മറ്റേ എടുത്തിട്ടുള്ളൂ. 5 എണ്ണോ 10 എണ്ണോ മറ്റേ ഞാൻ ഹോസ്പിറ്റലിലോട്ട് എടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നനച്ച് ഡെറ്റോളിൽ വാഷ് ചെയ്തിട്ട് എടുത്ത് വെച്ചു എന്ന് മാത്രം. അങ്ങനെ ആ കുഞ്ഞുടുപ്പ് എല്ലാം നനച്ചിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇതാണ് ഞാൻ ബേബിക്ക് വാങ്ങിയ കൊട്ട. ഇത് വെച്ചിട്ട് ബേബി ബാസ്ക്കറ്റ് എന്നൊക്കെ പറയും. ഇത് വന്നിട്ട് ഞാൻ ഫസ്റ്റ് ക്രൈയിൽ നിന്നല്ല കേട്ടോ, ഇത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിന് ലിങ്കും താഴെ കൊടുക്കാം. ഇത് ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് ബേബി ഹഗ്ഗിൻ്റെ ഒക്കെ ഉണ്ട്, പക്ഷേ ഒരുപാട് റേറ്റായിട്ട് എനിക്ക് ഫസ്റ്റ് ക്രൈയിൽ തോന്നി. അപ്പോൾ ഞാനിത് ആമസോണിൽ ഓഫർ ഉണ്ടായിരുന്നപ്പോൾ അങ്ങനെ വാങ്ങിച്ചത്. മിൽട്ടൻ്റെയോ സെല്ലോയുടെയാണ് കേട്ടോ. ഇത് സെല്ലോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബേബി ബാസ്ക്കറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഓരോന്നും ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് നമ്മൾ ബാസ്ക്കറ്റിലോട്ട് വെക്കാമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി ഓരോ സാധനങ്ങൾ. ഇത് വാഷ് ക്ലോത്ത്സ് കേട്ടോ.
ഇതൊരു 8 പീസിൻ്റെ പാക്കറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല നല്ല പ്രിൻസ് ആട്ടോ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ യൂസ് ചെയ്തപ്പോഴും നല്ല ക്ലോത്താണ്. ഞാൻ ഇത് കൂടുതൽ അവൾക്ക് ഫേസൊക്കെ തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ നമ്മൾ കക്കുമല്ലോ, പാല് പോവും, അതേപോലെ തന്നെ പാല് കുടിച്ച് കഴിഞ്ഞാലൊക്കെ തുടയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലോത്താണ് കേട്ടോ. ഒരു 8 പീസിൻ്റെ പാക്കറ്റ്. അപ്പോൾ 2 പീസ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് എടുത്തുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം നനച്ച് വീട്ടിൽ തന്നെ വെക്കുകയും ചെയ്തു, ഹോസ്പിറ്റലിൽ വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കൂടാണ്ട് ഞാൻ മാക്സിൻ്റെ ഒരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. മാക്സിൻ്റെ ഷോറൂമിൽ പോയപ്പോൾ അതുപോലെ തന്നെ ഈ എന്താ പറയുക വാഷ് ക്ലോത്ത്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ബേബീസിൻ്റെ അല്ല, നമുക്ക് വലിയ ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അന്ന് ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു